ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാവയ്ക്ക മെഴുക്ക് പുരട്ടിയാണ്. പാവയ്ക്ക എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും വായിലേക്ക് കയ്പ്പാണ് വരുന്നത്. ഇന്ന് കയ്പ്പില്ലാതെ ഒരു മെഴുക്ക് പുരട്ടി, പാവയ്ക്കയുടെ മെഴുക്ക് പുരട്ടി എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ പാവയ്ക്ക ചെറുതായി നുറുക്കിയത്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പാവയ്ക്കയാണ്, അതുകൊണ്ട് കയ്പ്പൊക്കെ വളരെ കുറവാണ്. കൂടാതെ മുളക് പൊടി, തേങ്ങാക്കൊത്ത്, മഞ്ഞൾപ്പൊടി, സവാള, വേപ്പില. സവാള നമ്മൾ ഒരു പാവയ്ക്കയ്ക്ക് 2 സവാളയാണ് എടുത്തിരുന്നത്. സവാള കുറച്ച് കൂടി നിൽക്കണം. ഉപ്പ്. ഇത്രയാണ് നമുക്ക് ഈ മെഴുക്ക് പുരട്ടി തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഇനി എങ്ങനെയാണ് ഇത് ശരിയാക്കുന്നതെന്ന് നോക്കാം. ചട്ടി ചൂടായി കഴിഞ്ഞു. നമുക്കതിലേക്ക് ഒരു 4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് സവാളയും വേപ്പിലയും ചേർക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. സവാള ഒന്ന് ചെറുതായിട്ട് വാടി വരുന്നേ ഉള്ളൂ. നമുക്ക് ഇതിലേക്ക് തേങ്ങാക്കൊത്ത്, ഒരല്പം തേങ്ങാക്കൊത്ത് നമ്മൾ എടുത്തിട്ടുള്ളൂ. അതിനുശേഷം മുളക് പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. അതിനുശേഷം നമുക്ക് പാവയ്ക്ക ചേർക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് സിമ്മിൽ വേവാൻ അടച്ചു മൂടി വെക്കും. അങ്ങനെ നമ്മുടെ പാവയ്ക്ക നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സോഫ്റ്റായിട്ട് വെന്തിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പാവയ്ക്ക മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് ഒട്ടും തന്നെ കയ്പുണ്ടാവില്ല. ഇനി നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണ പാവയ്ക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കുറച്ച് കയ്പ് കൂടും. അതിന് കുറച്ച് വിനാഗിരി ഒന്ന് തളിച്ചു കൊടുത്താൽ മതി അവസാനം. സോ എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു വ്യൂവേഴ്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.